ഇതുവരെ ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് സൈൻഡ് ആയിട്ടില്ല, ഒരു കരട് രേഖ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത് നരേന്ദ്രമോദിയുടെ വിജയമാണ്, അതുപോലെ BJP ഗവൺമെൻറ് വിജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹൈപ്പ്. അതുകൂടാതെ ഇത് അടിയറ വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഹൈപ്പ് പ്രതിപക്ഷത്തിൻ്റെ. അപ്പം ഇവിടെ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങളും ഒന്നും ഒരു അപ്രൂവലോ അല്ലെങ്കിൽ ഒരു ഫൈനൽ സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനോ ഒന്നും ആവാതെ അതിൻ്റെ മുകളിൽ വന്നിട്ട് മാധ്യമ കസർത്ത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ എന്തായാലും ആകത്തുക നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്ര അധികം മെച്ചമുണ്ടാകുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഡീൽ നടത്തിയ പോലെയാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. ഇപ്പം വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് തന്നെയാണ്. അതേസമയം കുറച്ച് സാധാരണ കർഷകരുടെ താല്പര്യങ്ങളെ അവിടെ ബലികഴിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ഡീലിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഉറപ്പായും ഈ ഒരു കരാർ എന്ന് പറയുന്ന രണ്ട് ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചകളും അതുപോലെ എഗ്രിമെൻറ്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാവി കാലത്തുണ്ടാകും, അത് യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മൾ എനർജി ഡീൽ സൈൻ ചെയ്ത പോലെ തന്നെ എനർജി ഡീൽ എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന സർക്കാർ അപ്രൂവ് ചെയ്ത ഒരു എനർജി ഡീലിൽ അത് സാധാരണക്കാരിൽ നിന്നും എങ്ങനെയാണ് പൈസ പോകുന്നത് എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ അത് എത്രയോ വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ആ എനർജി ഡീൽ ചെയ്യുമ്പോൾ US ഇന്ത്യ എനർജി ഡീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിഷ്യറി എൻഡ് ഓഫ് ദ ഡേ US തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു ഡീലും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇനിയും അവരുടെ ജീവിത നിലവാരം മാറ്റണമെങ്കിൽ അവർ തന്നെ മുന്നിട്ടിറങ്ങണം, അവരുടേതായ മാർഗങ്ങളും അവരുടേതായ ജീവിത ശൈലികളും മാറ്റണം, ചിന്താഗതികൾ മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് സാധാരണക്കാർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു.